വല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ 2016 വരുമ്പോൾ അങ്ങനെയല്ല. ശ്രീമതി ടീച്ചർ മന്ത്രിയായപ്പോൾ കുറേ ആശുപത്രികളൊക്കെ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പൂർത്തിയായിട്ടില്ല. അതുപോരാ, കിഫ്ബിയിൽ നിന്ന് വലിയ തുക ഉപയോഗപ്പെടുത്തി ഈ ആശുപത്രികളെ ആകെ ആധുനികമാക്കി മാറ്റാൻ ശ്രമിച്ചു. മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു, ഒരു മിഷൻ നിങ്ങളുടേതാണ്, ആർദ്രം ആരോഗ്യ വകുപ്പിൽ ഒരു പദ്ധതി തയ്യാറാക്കി കൊണ്ടുവരണം. എന്താണ് തയ്യാറാക്കേണ്ടത്? നിങ്ങൾ തീരുമാനിച്ച് തയ്യാറാക്കുക. ആശുപത്രികൾ രോഗി സൗഹൃദമായിരിക്കണം, ആശുപത്രികൾ ഹൈടെക് ആയിരിക്കണം. നമ്മൾ പ്രൈമറി മുതൽ തുടങ്ങിയില്ലേ മാറ്റം. PHCകളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ തീരുമാനിച്ചു. നാട്ടിൻപുറത്തെ PHCകൾ ചിലത് ഒറ്റ മുറിയുള്ളതാണ്, ചിലത് 2 മുറിയുണ്ട്, ചിലത് പഞ്ചായത്തൊക്കെ ഇടപെട്ട് വലിയ കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ചിലയിടത്ത് 3 PHCകളിൽ കൂടി ഒരു ഡോക്ടറായിരുന്നു. ഒരു PHCയിൽ ഒരു ഡോക്ടറെങ്കിലും വേണ്ടേ? അപൂർവം ചിലയിടത്ത് 1, അപൂർവം ചിലയിടത്ത് 2. ഉച്ചവരെയേ ഉള്ളൂ. 2 മണി വരെ ഇരിക്കണമെന്നാകിലും ഉച്ചവരെ എന്ന് പറഞ്ഞതുകൊണ്ട് ഉച്ചഭക്ഷണം കഴിക്കാറാകുമ്പോൾ ഡോക്ടർമാരും സ്റ്റാഫും എല്ലാം പോകും. പണിയൊക്കെ കയറി വൈകുന്നേരം ആകുമ്പോൾ ഓടിക്കയച്ച് ചെല്ലുന്ന സാധാരണ നാട്ടിൻപുറത്തെ ഒരു തൊഴിലാളിക്ക് അവിടെ OP ഉണ്ടായിരുന്നില്ല, അവിടെ പരിശോധന ഉണ്ടായിരുന്നില്ല. ഞങ്ങളത് മാറ്റി. ആർദ്ര മിഷന്റെ ഭാഗമായി PHCകളെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റുമ്പോൾ അതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കാൻ ഞങ്ങൾ ഇരുന്നു. ഡോക്ടർമാരെ വിളിച്ചു കൂട്ടിയിട്ട് ഞാനൊന്ന് ചർച്ച ചെയ്തപ്പോൾ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു. ഒരു മാസ്റ്റർ പ്ലാൻ, ആ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി താഴോട്ട് പോയി ഓരോ ഇടത്തും എന്തൊക്കെ ഇനി കൂടുതൽ ചേർക്കണം. 10-40 വർഷമുള്ള കെട്ടിടമാണെങ്കിൽ അത് പൊളിക്കണം, എന്നിട്ട് പുതിയ കെട്ടിടം ഉണ്ടാക്കണം. ഞങ്ങൾ പറഞ്ഞു, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളടക്കം 1, 2, 3 എന്ന് എഴുതി തയ്യാറാക്കി അത് താഴേക്ക് അയച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിന് കൊടുത്തു, മെഡിക്കൽ ഓഫീസർക്ക് കൊടുത്തു, ജില്ലയിലെ DMOയ്ക്ക് കൊടുത്തു. എന്തൊക്കെയാണ് പറഞ്ഞത്? അതിൻ്റെ മുറ്റം ആശുപത്രിയിൽ കയറി ചെല്ലുമ്പോൾ പരിസരം നല്ല ശുചിയായിരിക്കണം. മുറ്റമൊക്കെ നല്ല ടൈൽസൊക്കെ ഇട്ട് തറയോടുകളൊക്കെ പാകി ചെളിയില്ലാതെ മനോഹരമാക്കിയിട്ട് മാറ്റണം. ആശുപത്രിക്കകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു റിസപ്ഷൻ ഉണ്ടാവണം. അവിടെ നല്ല എയർപോർട്ട് മാതൃകയിലുള്ള ചെയർ ഇടണം എന്ന് എഴുതി കൊടുത്തു. ചിലർ വിളിച്ചു ചോദിച്ചു, ആ കസേര എവിടെ കിട്ടുമെന്ന്. എയർപോർട്ടിൻ്റെ കസേര ആവണമെന്നല്ല പറഞ്ഞത്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് പോലുള്ള കസേര ആശുപത്രിയിലെ റിസപ്ഷനിലിട്ടാൽ തലകറങ്ങി പെട്ടെന്ന് ഇരിക്കുമ്പോൾ തെന്നിപ്പോകും ഈ ചെറിയ പ്ലാസ്റ്റിക് കസേര. എന്നാൽ കംഫർട്ടബിളായിട്ടിരിക്കാനുള്ള ഒരു ചെയർ ഒന്നല്ല, ആ രോഗികൾ വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ ആ റിസപ്ഷനിൽ മനോഹരമായിട്ട് വേണം. അതിൻ്റെ ചുമരുകളിൽ LED പ്രസൻറ്റേഷൻ വേണം, അവിടെ നല്ല ഫാന് ഘടിപ്പിക്കണം. ഇതെല്ലാം പറഞ്ഞ് ഡോക്ടർമാരുടെ റൂം എങ്ങനെയായിരിക്കണം, മാനുവലിൽ പറയുന്നത് പോലെ ഡോക്ടറുടെ റൂമിൽ ഹാൻഡ് വാഷിനുള്ള സൗകര്യം വേണം, രോഗിയെ കിടത്തി ചെക്ക് ചെയ്യാനുള്ള സൗകര്യം വേണം, ക്രാഷ് കാർട്ട് വേണം, അത്യാവശ്യമുള്ള മരുന്നുകൾ സജ്ജീകരിക്കാൻ ഇതൊക്കെ വേണം. ഒബ്സർവേഷൻ റൂം, ആ കാലുകൾ അടങ്ങുന്ന കട്ടിലൊക്കെ മാറ്റിയിട്ട് നല്ല ഫൈബർ കോട്ടൊക്കെ ഇട്ട് മനോഹരമാക്കണം. നഴ്സുമാരുടെ ഒരു പ്രീ ചെക്കപ്പ് ഏരിയ വേണം. അത് കിട്ടിയത് ഞാനൊരു തവണ UK സന്ദർശിച്ചപ്പോൾ അവിടുത്തെ നാഷണൽ ഹെൽത്ത് ഏജൻസി NHS സർവീസ്, നാഷണൽ ഹെൽത്ത് സ്കീം, അതിൻ്റെ ഭാഗമായിട്ടാണ്. UK അപ്പാട് പാർത്താൻ കഴിയില്ല. അവിടെ ആശുപത്രി പോകണമെങ്കിൽ നേരത്തെ ഇൻഷുറൻസ് ഒക്കെ ഉള്ളവർക്ക് മുൻകൂട്ടി പെർമിഷൻ എടുത്താലേ പോകാൻ പറ്റൂ. നമ്മളെ നാട്ടിലെ പോലെ ഓടിക്കേറി ആശുപത്രി പോകാനൊന്നും പറ്റില്ല. നമുക്കത് പറ്റില്ല. നമുക്ക് എപ്പോൾ തോന്നുന്നോ അപ്പം പോയി ആശുപത്രി കയറണം, അതാണ് അതിൻ്റെ ശരി. അതുകൊണ്ട് പക്ഷെ അവരുടെ നേഴ്സുമാരുടെ പ്രീ ചെക്കപ്പ് എന്ന് പറയുന്ന സങ്കല്പം നമ്മളെടുത്തു. ക്യൂബയിലെ കുടുംബ ഡോക്ടർ സങ്കല്പം നമ്മളെടുത്തു. അതെല്ലാം ചേർത്തിട്ടാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയത്. അതിനകത്ത് ഒരു യോഗ സെൻറ്റർ ഉണ്ടാക്കണമെന്ന് പോലും പറഞ്ഞു. ഇമ്മ്യൂണൈസേഷൻ്റെ വിഭാഗം കാർട്ടൂണൊക്കെ പെയിൻറ് ചെയ്ത് മനോഹരമാക്കണമെന്ന് പറഞ്ഞു. എങ്ങനെ സാധിക്കും? താലൂക്ക് ഹോസ്പിറ്റൽ മുതൽ മുകളിലോട്ട് വലിയ ആശുപത്രിക്ക് കിഫ്ബിന്ന് കാശ് കിട്ടും. അപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ കയ്യിലുള്ള കുറച്ച് തുകയും പഞ്ചായത്ത് സ്കീം വെച്ചുണ്ടാക്കുന്ന തുകയും MLAമാരുടെ ഫണ്ടും എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് വേണം PHCകളെ FHCകളാക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി. പഞ്ചായത്തുകൾ ചിലർ സമ്മതിച്ചില്ല. പഞ്ചായത്ത് മന്ത്രിയുടെ സമ്മതത്തോടു കൂടി അന്ന് ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും മെഡിക്കൽ ഓഫീസർമാരെയും ഒന്നിച്ച് തിരുവനന്തപുരത്ത് വിളിച്ചു. 20 പേരായിട്ട്. കൂടുതൽ ആളെ വിളിച്ചാൽ പറയാൻ പറ്റില്ല. ആദ്യം 170 ആശുപത്രികളെ മാറ്റാനാണ് തീരുമാനിച്ചത്. ആ സ്കീമിൽ 20 പേരെ വിളിച്ചു. വന്നാൽ ചിലയിടത്ത് പ്രസിഡന്റും മെഡിക്കൽ ഓഫീസറും തമ്മിൽ അത്ര സുഖത്തിലല്ല. ഈ ഡോക്ടറെ ഇപ്പം മാറ്റിത്തരണമെന്ന് പ്രസിഡന്റ് പറയും. പക്ഷേ ഈ പ്രസിഡന്റിനെ ഇപ്പം മാറ്റിത്തരണമെന്ന് ഡോക്ടർക്ക് പറയാൻ പറ്റുമോ? ഞാനത് തമാശ രൂപത്തിൽ പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു. നിങ്ങളുടെ ഐക്യത്തിലൂടെ മാത്രമേ ഈ മിഷൻ വിജയിക്കൂ എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പോകുമ്പോൾ അവർ ഒരുമിച്ച് ചേർന്ന് അവരുടെ ആശുപത്രി മനോഹരമാക്കാൻ തീരുമാനിച്ചിട്ടാണ് പോയത്.
MLA-മാരുടെയൊക്കെ സഹകരണത്തോടെ. ഞാനത് വിശദീകരിക്കുന്നില്ല. അന്ന് 400 ആശുപത്രികളെ FSC ആയി കൺവേർട്ട് ചെയ്യാൻ ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പറ്റിയുള്ളൂ. ഓക്കിയും പ്രളയവും നിപ്പയും കോവിഡും എല്ലാം കൂടി നമ്മളെ കസക്കി കളഞ്ഞു. പക്ഷെ രണ്ടാമതും ഇടതുപക്ഷ സർക്കാർ തന്നെ വന്നപ്പോൾ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ ആ പ്രവർത്തനം ഏറ്റെടുത്തു. നേരത്തെ അത് പൂർത്തിയാക്കാൻ ഇപ്പോൾ 800-ലേറെ PHCകൾ കുടുംബാരോഗ്യ കേന്ദ്രമായി മാറി. പോരാ, 946 മാറണം. ഇനിയും ബാക്കിയുണ്ട്. ആ മാറ്റം ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ലേ? നിങ്ങളുടെ പഞ്ചായത്തിലൊക്കെ ജില്ലയിലൊക്കെ ചില FSCകൾ ഉദ്ഘാടനം ചെയ്യാൻ അന്ന് എനിക്ക് അവസരം ഉണ്ടായപ്പോൾ വലിയ ജനപങ്കാളിത്താണ് ഉണ്ടായത്.